ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പൈഡർ പ്ലാന്റ് വെച്ചിട്ടുള്ളതാണ്. സ്പൈഡർ പ്ലാന്റ് ഇത് കണ്ടില്ലേ, ഒരു മദർ പ്ലാന്റ് ആണ്. അതിൻ്റെ തൈകളാണ് ഞാനിവിടെ ചട്ടികളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചട്ടി എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പൊട്ടിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ വേസ്റ്റായി കളയാതെ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ വ്യത്യസ്തമായ ഗാർഡൻ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് ഇതിൽ മണ്ണ് നിറച്ച ശേഷം ഇതിലോട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ഒരു കല്ല് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കല്ല് വെച്ച് ഒന്ന് സെറ്റാകാം. അതാകുമ്പോൾ അതിൻ്റെ മുകളിൽ വേരൊക്കെ വരുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ഇതിലോട്ട് മണ്ണ് ഇട്ട് കൊടുക്കാം. നിങ്ങളും ഇങ്ങനത്തെ ഐഡിയകളൊക്കെ ചെയ്യാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്പൈഡർ പ്ലാന്റ് തൈകൾ പറിച്ച് ഇതിലോട്ട് നട്ടുവയ്ക്കാം. നിങ്ങളുടെ കയ്യിൽ വലിയ തൈകളാണ് ഉള്ളതെങ്കിൽ കുറച്ചുകൂടി വലിയ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കണേ. ഞാനിത് ചെറിയ തൈകൾ ആയതുകൊണ്ടാണ് ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തത്. വലിയ തൈ വെച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് ചെറിയ തൈ വെച്ച് ചെയ്യുന്നതാണ്. ഇതുപോലെ മണ്ണിൽ ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇതൊരു മൺചട്ടിയുടെ ഒരു സാധനമാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതിനകത്ത് വെച്ച് കൊടുക്കാമെന്ന് ഞാൻ ഓർത്തേ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഗാർഡനിൽ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കുവേ. ഇനി നമുക്ക് അതിലോട്ടും ചെറിയ ഒരു സ്പൈഡർ പ്ലാന്റ് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും വ്യത്യസ്തമായ പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതിനുള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവേ. ഞാൻ എന്തായാലും ഇതിനുള്ളിൽ സ്പൈഡർ പ്ലാന്റ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഇതിലോട്ട് കുത്തി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഐഡിയകളാണ്. നമ്മൾ ഗാർഡന് വ്യത്യസ്തമായ ഒരു ലുക്കും കിട്ടുവേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. എപ്പോഴും സാധാ ചട്ടിയിൽ ചെടി വെച്ച് കൊടുക്കാതെ ഇതുപോലത്തെയൊക്കെ ഐഡിയകൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കല്ലൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള കളറുള്ള കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യാവേ. ഞാനിപ്പോൾ സാധാ പുഴയിൽ നിന്നൊക്കെ കിട്ടുന്ന കല്ലാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് വെക്കുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഇതിനുള്ളിൽ കിട്ടുവേ. ഇത് ഒരു സ്പൈഡർ പ്ലാന്റ് ബോൺസായി ഇതുപോലെ ചെയ്ത് ഇതിന് ചുറ്റും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിരുന്നേ. ഞാൻ കല്ല് വെച്ച ശേഷം ഇതുപോലെ കുറച്ച് പായലിൻ്റെ പീസുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പായലിൻ്റെ പീസുകളൊക്കെ ഇതുപോലെ തന്നെ ഇരിക്കുവേ, അധികം കേടുപാടുകളൊന്നും പറ്റുകയില്ലേ. ഞാൻ ഇതിനു മുമ്പ് മണി പ്ലാന്റ് ബോൺസായി വെച്ച് ചെയ്തപ്പോൾ ഇതുപോലെ പായലുകൾ വെച്ചിരുന്നു. പക്ഷെ അതിനൊന്നും ഒരു കേടും ഇതുവരെ സംഭവിച്ചില്ലേ. അതുകൊണ്ടാണ് ഇതിനും കൂടി ഞാൻ കുറച്ച് പച്ചപ്പും കൂടെ കിട്ടിക്കോട്ടെ എന്നോർത്ത് കുറച്ച് പായൽ വെക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ലുക്കൊന്ന് മാറിയിട്ടുണ്ട്. നല്ല ഒരു ഒറിജിനാലിറ്റി തോന്നിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചെറിയൊരു ഫേണിൻ്റെ പീസ് വെച്ച് കൊടുക്കാവേ. ഇതും ഒരു ഫേൺ വർഗത്തിൽപ്പെട്ട ചെടിയാണ്. പക്ഷെ നമ്മൾ കാടാന്ന് പറഞ്ഞ് പലപ്പോഴും ഇത് പറിച്ച് കളയുന്ന ഒരു ചെടി കൂടിയാണ്. അത് വെച്ചപ്പോൾ അതിന് നല്ല ഒരു ഭംഗി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ബോൺസായി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് ഇതുപോലത്തെ നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.